ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ കോട്ടയത്തിനൊരു ട്രിപ്പ് പോവുകയാണ്. ട്രിപ്പല്ല, ശരിക്കും ഒരു കാര്യത്തിന് വേണ്ടി പോവുക. അപ്പോൾ കുറേ ദിവസമായല്ലോ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം മഴയൊക്കെ ആയിരുന്നുകൊണ്ട് ഇത് നടന്നില്ല. ഇത് നമ്മൾ ചെറുതോണി എത്തി. തോപ്രാംകുടിയിൽ നിന്ന് നമ്മൾ തൊടുപുഴയ്ക്കുള്ള ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. തൊടുപുഴയിൽ നിന്ന് പിന്നെ കോട്ടയം പോകാനാണ്. അപ്പം ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കാറിലൊക്കെ പോകുന്നതിലും വളരെ ഈസിയാണ് നമുക്ക് വീഡിയോ എടുക്കാനും. അപ്പോൾ ഞങ്ങൾ കുളമാവ് എത്തി, ചെറുതോണിയിൽ നിന്ന് കുളമാവ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയേ. അപ്പോൾ അതിൻ്റെ വിഷ്വൽസിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. കാരണം ഇവിടെ വീഡിയോ റെസ്ട്രിക്ഷൻസ് ഉള്ള പ്ലേസാണ്. ബസ്സിലാകുമ്പോൾ അങ്ങനെ പ്രശ്നമില്ലല്ലോ. അപ്പം ബസ്സിൽ നമ്മൾ ഇച്ചിരി ഹൈറ്റിലാണ് ഇരിക്കുന്നത്. നമ്മൾ വീഡിയോ ക്ലാരിറ്റി എങ്ങനെയുണ്ടോ നിങ്ങൾ പറയണം കേട്ടോ. കുളമാവ് ഡാം. ഈ വിഷ്വൽസ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇടുക്കിയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം ഈ മഞ്ഞും ഈ കാലാവസ്ഥയും ഈ സൗന്ദര്യവും ഈ പച്ചപ്പൊക്കെ ഞാൻ നിങ്ങളെ വ്യത്യാസം കാണിച്ചു തരാം. നമ്മൾ ഇടുക്കിയിൽ നിന്ന് ജസ്റ്റ് അറക്കുളം വരെ, അറക്കുളം തൊട്ട് നമുക്ക് ശരിക്കും ഫീലാവും. കാരണം അവിടുത്തെ അന്തരീക്ഷം തന്നെ, ആ കാലാവസ്ഥ ചൂട്, പിന്നെ നമുക്ക് ആ വെളിച്ചമുണ്ടല്ലോ. നമ്മുടെ ഇടുക്കി എന്ന് പറയുമ്പോൾ ഒരു രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു മൂടി അടഞ്ഞ പ്രദേശം. പക്ഷേ അറക്കുളം ചെന്ന് കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ, കണ്ടോ, ഇപ്പം തന്നെ കണ്ടോ കാലാവസ്ഥയ്ക്ക് മാറ്റമായി. കണ്ടോ, ഇതാണ്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഇടുക്കി ഒരു വൈബാണ്. അതുപോലെ തന്നെ കോട്ടയം അത് വേറൊരു വൈബ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ പ്രകൃതിയുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നതേ തണുപ്പും അല്ലെങ്കിൽ ഈ മഞ്ഞളും മാത്രം നിൽക്കുന്ന ഒന്നല്ലല്ലോ. എങ്കിലും അപ്പം ഞങ്ങളങ്ങനെ തൊടുപുഴ എത്തി. തൊടുപുഴയിൽ നിന്ന് നമുക്കൊരു ട്രാൻസ്പോർട്ട് ബസ്സാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ട്രാൻസ്പോർട്ട് ബസ്സിലുള്ള യാത്ര അതൊരു അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. കാരണം ഒത്തിരി മാറ്റങ്ങളായി കേട്ടോ ട്രാൻസ്പോർട്ടേഷൻ. പണ്ടത്തെ പോലെയൊന്നും അല്ല. അത് കറക്റ്റ് ടൈമിംഗ് ഫോളോ ചെയ്യുന്നുണ്ട്. നല്ല സാമാന്യം തരക്കേടില്ലാത്ത സ്പീഡ്, സേഫായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഞങ്ങൾ കോട്ടയം തൊടുപുഴ കൂടി, തൊടുപുഴയിൽ നിന്ന് പാലായിൽ നിന്ന് കോട്ടയം. അപ്പം കോട്ടയം ടൗണിൽ ഞങ്ങളെത്തി. ഇനിയിപ്പം കോട്ടയം ടൗണിൽ നിന്ന് ഞങ്ങൾ സ്വല്പം ചങ്ങനാശ്ശേരി റൂട്ടിലേക്ക് അല്പം കൂടെ പോകണം. അവിടെ നിന്ന് പോയതിന് ശേഷം തിരിച്ച് നമ്മൾ പിന്നെ അതിരമ്പുഴ പള്ളി അവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കുകയും പറ്റുവാണെങ്കിൽ ഒരു മാസം കൂടണമെന്നുണ്ട്. മാസത്തിനുള്ള സമയം അല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ അത് നടക്കില്ലെങ്കിലും പ്രത്യേകിച്ചും ആ പള്ളി എന്ന് പറയുന്നത് ചാവറക്കുരിക്കാസ് ഏലിയാസ് അച്ഛൻ്റെ, അതായത് നമ്മുടെ ചാവറ അച്ഛൻ്റെ കുടുംബ വീട് അവിടെയാണ്. ആ വിഷ്വൽസൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കോട്ടയം പട്ടണത്തിൽ നല്ല തിരക്കാണ് കേട്ടോ. വെച്ചാൽ നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് ഇതുപോലെ ഹെവി ട്രാഫിക് കണ്ടില്ല. വണ്ടി അങ്ങനെ നിർത്തി എടുക്കേണ്ട വന്നിട്ടില്ല. പക്ഷേ കോട്ടയത്ത് അപാര തിരക്ക് തന്നെ. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ അവിടെ മാത്രമല്ല, കൊടയത്തൂർ എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ ഇടുക്കി ജില്ലയിലാണ് കൊടയത്തൂർ. അപ്പോൾ കൊടയത്തൂരിലെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാം. ഇതാണ് നമ്മൾ ഞാൻ പറഞ്ഞ പള്ളി കേട്ടോ. സെൻറ്റ് മേരീസ് ചർച്ച് എന്ന് പറയും പള്ളി, അതിരമ്പുഴ. ഇത് കൊച്ചു പള്ളിയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് ലെഫ്റ്റ്. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ വലിയ പള്ളി, പുതിയ പള്ളി. ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ കണ്ടോ, ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ വാതിൽ, പള്ളിയുടെ എൻട്രൻസ്. ഉള്ളിലെ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. ഞാൻ സാധാരണ ഭരണിക്കാനം അൽഫോൻസാം അവിടെ, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഈരാറ്റുപേട്ട നമ്മുടെ സെൻറ്റ് ജോർജ് അരുവിത്ര ചർച്ച് ഒക്കെ ഞാൻ സാധാരണ പോകുന്നതാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ പള്ളി വിസിറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് നെടുങ്കുന്നമാണ്, ചങ്ങനാശ്ശേരി എന്നാണ് തുടക്കം. അപ്പം ഇതൊക്കെ ഏകദേശം അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണല്ലോ. പക്ഷെ അതൊന്നും ഓർമ്മയില്ല. നമ്മുടെ ചെറുപ്പകാലത്ത് തന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നതാണ്.
ഇതാണ് പള്ളിയുടെ ഉൾഭാഗം. ഇനി ഞാൻ അൾത്താരയും കാണിച്ചു തരാം. ഇത് പള്ളിയുടെ മുൻഭാഗം ആണ്. ഇവിടെ നിന്നാണ്. അപ്പം ഞങ്ങൾ ശരിക്കും പുറകിൽ നിന്നാണ് വന്നത്. പുറകിൽ അവിടെ വണ്ടി ഗ്രൗണ്ട് പാർക്ക് ചെയ്തിട്ട് ഇതിലേ വന്നത്. ഇതാണ് ഫ്രണ്ട് സൈഡ്. ഒരു കിളിക്കൂടുണ്ട് ഇവിടെ. ഒത്തിരി പുരാതനമായൊരു ചർച്ച കേട്ടോ. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അറിയാലോ. അപ്പോൾ അത് തന്നെ ഒരു ദേവദാസൻ്റെ കബറിടവും ഇവിടെയുണ്ട്. ശരിക്കും ഒത്തിരി ദൈവാനുഗ്രഹം ഉള്ളൊരു പള്ളിയാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഇതാണ് ഈ ഓടിട്ട വീടില്ലേ, ഇതാണ് നമ്മുടെ ചാവറയച്ചൻ്റെ കുടുംബ വീട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുണ്ട് ഈ ആർച്ചിൽ അച്ഛൻ്റെ വീട്ടുപേര് എഴുതിയിട്ടുണ്ട്. ഇതാണ് ഞാൻ അടുത്ത് തന്നെ വരുന്നുണ്ട്. ആ വീഡിയോയിലും കാണിച്ചു തരാം. ഇതാണ് വീട്. നല്ല രസമല്ലേ പള്ളി? കണ്ടോ ആൾത്താര കണ്ടോ, എത്ര മനോഹരം നോക്കി. ഇതൊരു ചെറിയ ചാപ്പലാണ്. അപ്പോൾ ഇതിനകത്താണ് ആ ദേവദാസിനെ അടക്കം പല അച്ഛന്മാരെ അടക്കിയിരിക്കുന്നൊരു സ്ഥലമാണ്. അവിടെ അൽഫോൻസാമ്മയുടെയും ചാവറയച്ചൻ്റെയൊക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇതാണ് ചാവറയച്ചൻ്റെ കുടുംബ വീട്. അല്ലേ, അന്നത്തെ കാലത്ത് കണ്ടോ, തടിയിലാണ് നല്ല. പക്ഷെ കുഞ്ഞു വീട്, നമുക്കങ്ങനെ തോന്നത്തില്ല കേട്ടോ. ഇന്ന് നമ്മളിപ്പം വലിയ വീടുകളിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്, നമുക്കങ്ങനെ ഫീൽ ആകത്തില്ല ഇതൊരു വീടാണെന്ന്. പക്ഷേ കണ്ടോ, കാരണം പഴയ പുരാതനമായ കാലത്ത് ആൾക്കാർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്. പക്ഷേ ആ വീട് അതുപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ചാവറയച്ചൻ്റെ കുടുംബ പേരും ഡീറ്റെയിൽസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഒരു ആരാധന ചാപ്പലാണ്, അഡോറേഷൻ ചാപ്പൽ. അപ്പം ഇത് നമ്മുടെ പഴയ പള്ളി. അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾക്ക് ഉള്ളിൽ നിന്ന് വിഷ്വൽസ് എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഉള്ളിലെ ചരിത്രമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരുവാണ് ഇടുക്കിയിലേക്ക് യാത്ര ചെയ്ത്. അപ്പം കുടയത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. നിരവധി ഷൂട്ടിങ്ങൾ, ഏകദേശം നമ്മൾ പല വീഡിയോകളും കണ്ടിരിക്കാം. 200 പിക്ചറോളം ഇവിടെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. അപ്പം ഇതൊരു പാലമാണ്. അപ്പോൾ അതിന് ക്രോസ് 2 സൈഡും നദിയാണ്.
എത്ര മനോഹരമാണെന്നറിയാം. എത്ര പേര് ഈ സ്ഥലം കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ പല വീഡിയോകളും നിങ്ങൾ കണ്ടിരിക്കാം. പക്ഷേ നേരിട്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വന്ന് കാണണം ഈ സ്ഥലം. അത്രയും ബ്യൂട്ടിഫുള്ളാണ്. ഇപ്പം തന്നെ ഒരു പിക്ചറിൻ്റെ ഷൂട്ടിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ഇവിടെ ഒരു ടൊവിനോയുടെ ഒരു ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 മാസമായെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി അവർ സെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ. അപ്പോൾ ഞങ്ങളവിടെ വീഡിയോ എടുക്കാനായിട്ട് പോയപ്പോൾ അവരത് മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്യിച്ചു. കാരണം എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ സോറി, എനിക്കറിയില്ലായിരുന്നു. ഞാൻ സോറി പറഞ്ഞ് ഞാനത് ഡിലീറ്റ് ചെയ്തു, പോരുകയും ചെയ്തു. അല്ലെങ്കിൽ ആ വിഷ്വൽസൊക്കെ കാണിച്ചു തരാമായിരുന്നു നിങ്ങൾക്ക്. പള്ളിച്ചട്ടമ്പി എന്നങ്ങണ്ട ആണെന്ന് തോന്നുന്നു ആ പടത്തിൻ്റെ പേര്. അതായത് 1950 സ്റ്റോറിയാണ്, പഴയ കഥയാണ്. പക്ഷേ പുതിയ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് എന്നാ രസമാണെന്നറിയാം, എന്നാ അടിപൊളി വ്യൂ ആണെന്നറിയാം. ഞാൻ ഇപ്പോൾ ഇത്രയും വർഷം നമ്മൾ ഇടുക്കി കിടന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ്. കാരണം കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബറിൻ്റെ വീഡിയോയിൽ ഞാനിങ്ങനെ കണ്ടേ. അപ്പോൾ അപ്പോഴാണ് എനിക്കിത് മോഹം തോന്നിയത്, നമുക്കൊന്ന് കാണണം എന്ന്. ശരിക്കും പറഞ്ഞാൽ അടിപൊളി വൈബ്. നമ്മളും യാത്രകളൊക്കെ ചെയ്യണം. വെച്ചാൽ ശരിക്കും യാത്രകളിൽ നിന്നാണ് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത് കേട്ടോ. ശരിക്കും മനസ്സിനും ടെൻഷൻ ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഒരു ഫാമിലിയായിട്ട് ഒരു ഗെറ്റ് ടുഗദറൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കണം. കാരണം ഒരു ഡിസ്റ്റർബൻസും ഇല്ല എന്നുള്ളതാണ്. നമുക്ക് ഫ്രീ ആയിട്ട് വരാം, നമുക്ക് ഫ്രീ ആയിട്ട് നടന്ന് ആരെയും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാനില്ല. നമ്മൾ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഈ യാത്രകൾ ചെയ്യണം എന്നാണ്. യാത്രകൾ കൂടുതൽ ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ എഴുത്തുകാരും അല്ലെങ്കിൽ ഈ ഫിലിം മേക്കേഴ്സും പിന്നെ തിരക്കഥാകൃത്തുക്കളും അല്ലേ, ഈ പാട്ടെഴുതുന്നവരൊക്കെ. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എന്തുകൊണ്ട് സെലക്ട് ചെയ്യുന്നു എന്നുള്ളതിന് മെയിൻ കാരണം ഇതാണ്. ഇവിടെയുള്ളൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ് അതിന് എല്ലാം റീസൺ. വേറെ യാതൊരു ഡിസ്റ്റർബൻസും ഇല്ല. ഇതുകൊണ്ടോ ഇവിടെ KPSCയുടെ ഒരു വണ്ടി കിടപ്പുണ്ട്. അത് ഇവിടെ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിന് ഇത് തന്നെ അതിൻ്റെ ഉള്ളിലും ഷൂട്ടിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനത് കണ്ടത്. അപ്പോൾ കണ്ടോ പഴയ മോഡലല്ലോ വണ്ടി. അപ്പോൾ അതുകൊണ്ട് എന്നാലും എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾ ഇവിടെ ഒരു അമ്പലമുണ്ട്, ഇത് കണ്ടോ ഇവിടെ ഒരു അമ്പല ദേവീക്ഷേത്രമുണ്ട്. അപ്പം നമ്മളത് ഇത് ശരിക്കും ഉള്ളതാണ് കേട്ടോ. ഇതൊന്നും ഷൂട്ടിൻ്റെ ഭാഗമായിട്ടല്ല, ശരിക്കുള്ള അമ്പലമാണ്. അപ്പോൾ ഈ പാലത്തിന് അക്കരയും താമസമുണ്ട് ആൾക്കാർ, ഇക്കരയും താമസമുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ കണ്ട അവിടെ ഒരു ചെറിയതായിട്ടൊരു എന്തൊക്കെയോ കാണുന്നില്ലേ, അതൊക്കെ ഇവർ ഷൂട്ട് എൻ്റെ ബന്ധപ്പെട്ടത് ഇട്ടിരിക്കുന്ന. അങ്ങോട്ട് ആൾക്കാർ പോകാനൊന്നും അലൗഡ് അല്ല. അവരെല്ലാം കോഷൻ ബോർഡ്സ് ഇട്ടിട്ടുണ്ട്, ഇറ്റ്സ് നോട്ട് അലൗഡ്. കണ്ടോ ഇതാണ് നാച്ചുറൽ അല്ലേ? അല്ലേ, ദൈവത്തിൻ്റെ സൃഷ്ടി കണ്ടോ, അതാണ് അതിശയം. ഇത് കണ്ടോ അതിലൂടെ ബോട്ടിൽ ഈ വള്ളമില്ലേ, പഴയ കാലത്തെ വെള്ളം കണ്ടോ, എന്തോ ചരക്ക് ഒരു കൊണ്ടുപോകണേ. 2 പേര് വള്ളം തുഴയുന്ന ഇതൊക്കെ നമ്മൾ പിന്നെ ഇടുക്കി കാണുകയെന്ന് പറഞ്ഞാൽ അപൂർവമാണ്. ഇത് കുടയത്തൂർ എന്ന് പറയുന്നത് ഇവിടുന്ന് തൊടുപുഴയ്ക്ക് ഏകദേശം എത്രയുണ്ടാവും, ഒരു 8 കിലോമീറ്റർ ഉണ്ടാവും, അല്ല 8 അല്ല 10 കിലോമീറ്റർ അത്രയേ ഉള്ളൂ. അപ്പോൾ കുടയത്തൂരിൽ അപ്പം നമ്മൾ തൊടുപുഴയിൽ നിന്ന് വരുവാണെങ്കിൽ മുട്ടം വന്നിട്ട് മുട്ടത്തുനിന്ന് നമ്മൾ ചെറുതോണിക്ക് പോകുന്ന വഴി, അല്ലെ പൈനാവ് അല്ലെ കുളമാവിന് പോകുന്ന വഴിക്കാണ്. ഇപ്പം കാഞ്ഞാർ എന്ന് പറഞ്ഞ സ്ഥലം, കാഞ്ഞാറിന് മുൻപാണ് കുടയത്തൂർ ഉണ്ട്. അവിടെ ആരോട് ചോദിച്ചാലും ഈ സ്ഥലം അവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ റോഡുണ്ട്, നല്ല റോഡാണ്, നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം. അപ്പോഴേ നമുക്ക് പുതിയ പുതിയ വീഡിയോകളൊക്കെ ഇടാനും പ്രചോദനവും, അതായത് നമുക്ക് അങ്ങനെയൊക്കെ തോന്നുള്ളൂ. കാരണം വീഡിയോ എടുക്കാനും നമ്മളൊരു ട്രാവൽ ഒരു പർപ്പസിനായിട്ട് പോകുന്നതല്ലേ.